ഹലോ, ഇന്ന് റൊവാനിയമിലെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ സാന്റാക്ലോസ് വില്ലേജ് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇന്നാണ് നമ്മൾ റെയിൻഡിയർ റൈഡും ഹസ്കി റൈഡും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 9 മണിയായപ്പം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം 3:30 ആകുമ്പോൾ തന്നെ സൺസെറ്റാണ്. അത് കഴിയുമ്പോൾ ഫുൾ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ വരുന്നത്. പിന്നെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളിലായിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഹസ്കി റൈഡിൻ്റെ അടുത്തും അതേമാതിരി തന്നെ റെയിൻഡിയർ റൈഡിൻ്റെ അടുത്തും ഒക്കെ ഇവർ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു റൈഡ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ഫ്രീസായിട്ട് നല്ല വേദനയായിരിക്കും. അപ്പം അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിപ്പം ക്യൂ നിൽക്കുവാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങി വന്ന ഉടനെ തന്നെ ഞങ്ങൾ കുറച്ച് നേരം ആ ഒരു ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് പോയിരുന്ന്. കാരണം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലൗസ് ഊരുമ്പം തന്നെ ഭയങ്കര വേദനയായിരിക്കും കയ്യിൽ. അപ്പം ഇനിയിപ്പം നമ്മളാണ് അടുത്തതായിട്ട് കയറാൻ പോകുന്നത്. അപ്പം നമുക്ക് പോയി കയറാം. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് റെയിൻഡിയർ റൈഡിൽ കയറുന്നത്. അപ്പം നമുക്ക് പോകാം. സാന്റാക്ലോസ് വില്ലേജിലെ ഏറ്റവും പീസ്ഫുള്ളായ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ഒരു റെയിൻഡിയർ റൈഡ്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുമ്പം കാറ്റിൻ്റെ ശബ്ദവും റെയിൻഡിയറിൻ്റെ കാലടി ശബ്ദവും മാത്രമാണ് കേൾക്കുന്നത്. അത്രയ്ക്ക് കാമായ ഒരു മൊമെൻ്റ് ആണ് കേട്ടോ ഇത്. ഇതൊരു മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. കാരണം നമ്മൾ ഫിലിമിലും മറ്റും മാത്രമാണ് ഈ ഒരു റെയിൻഡിയർ റൈഡും ഒക്കെ കണ്ടേക്കുന്നത്. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പം വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. കണ്ടോ, നമ്മുടെ തൊട്ട് പുറകിലായിട്ട് ഒരെണ്ണം കൂടി ഉണ്ടേ. നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ അകത്തും ഇവർ ഈ ഒരു റെയിൻഡിയറിൻ്റെ സ്കിന്ന് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞങ്ങൾ റൈഡ് കഴിഞ്ഞിറങ്ങിയപ്പോൾ നന്നായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്, നല്ല പെയിനും ഉണ്ട്. അപ്പം ഞങ്ങൾ ഓർത്തിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറാമെന്ന് ഓർത്തു. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ അകമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് വുഡ് വെച്ചാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നല്ല തിരക്കുണ്ട്. കാരണം തണുപ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ നല്ല ചൂടായിരിക്കും. കയറി കഴിയുമ്പോൾ നല്ല സുഖമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പം ഞങ്ങളൊരു കോഫി കുടിച്ചിട്ട് ഞങ്ങളിപ്പം പുറത്തോട്ട് ഇറങ്ങിയേ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കുറേ റിസോർട്ടുകൾ ഉണ്ടെന്ന്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാവേ. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുവാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഈ കാണുന്നത് ഫുള്ള് റിസോർട്ടുകൾ തന്നെയാണ്.
പോന്നോ അയ്യോ ഇരുന്നില്ലേ ഇതിന് കട്ടുണ്ട് ആ ഇത് സ്നോ വേൾഡ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നില്ല, ഞങ്ങൾ നേരെ ഇനി ഹസ്കി റൈഡിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ കുട്ടികളൊക്കെ ഈ ഒരു സ്നോയിൽ സ്ലൈഡ് ചെയ്ത് കളിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഹസ്കി റൈഡ്. അപ്പം നമുക്ക് അങ്ങോട്ട് കയറാവേ. ഇതാ ഒരു ഡോഗിന്റെ ഒക്കെ കൂടുകളാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി ഡോഗുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളാണ് കയറുന്നത്. അപ്പം നമുക്ക് പോയി കയറാവേ. ഇതാണ് കേട്ടോ, ഈ ഒരു വണ്ടിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഹസ്കി ഡോഗ് ഉണ്ട്. റെയിൻഡിയർ റൈഡിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഹസ്കി റൈഡ്. കാരണം ഇത് വളരെയധികം സ്പീഡിലാണ് ഓടുന്നത്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൈ പെട്ടെന്ന് തന്നെ ഫ്രീസ് ആകും, നല്ല പെയിനും ഉണ്ടാകും. ഇപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാനിപ്പം ഗ്ലൗസ് ഊരിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം കയറാനായിട്ട്, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ വേദന ഉണ്ടാകും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ നേരെ ക്യാമ്പ് ഫയറിലേക്കായിരിക്കും പോകുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു റൈഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഹസ്കി റൈഡ്. ഇതിപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ഫയറിലിരിക്കുവാണ്. എല്ലാവരും ചുറ്റും ഇരുന്ന് ചൂട് കൊള്ളുവാണേ.
ഇതിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നിൽക്കുന്നത് സാന്റാക്ലോസ് പോസ്റ്റ് ഓഫീസിലാണ്. ഇതിപ്പം സാന്റാക്ക് കുറേ കുട്ടികളൊക്കെ അയച്ചിട്ടുള്ള ലെറ്ററാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ 2-3 പോസ്റ്റ് കാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പോർഷനാണ് കേട്ടോ സാന്റാക്ലോസ് മെയിൻ പോസ്റ്റ് ഓഫീസ്. അപ്പം നമുക്ക് ലെറ്റർ അയക്കാം. ഇതിപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് ഞങ്ങൾ നോർത്തേൺ ലൈറ്റ് കാണാൻ വന്നേക്കുവാണേ. അപ്പം നമ്മൾ ക്യാമറ കുറച്ചു നേരം അവിടെ അനക്കാതെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോർത്തേൺ ലൈറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.